ഇപ്പോഴേ പല ആളുകളും ചോദിക്കാൻ തുടങ്ങി, ഉസ്താദേ സഫർ മാസമല്ലേ, സഫർ മാസത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ, കല്യാണം വെക്കാൻ പറ്റുമോ, കല്യാണം നിശ്ചയം പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര്. കല്യാണം പറ്റുമോ, കല്യാണം നിശ്ചയം പറ്റുമോ, കട്ടിലവെപ്പ്, അതുപോലെ വീട് കുറ്റിയടിക്കൽ, ബിസിനസ് തുടങ്ങാൻ പറ്റുമോ, കച്ചവടത്തിന് പോകാൻ പറ്റുമോ, വീട് താമസം പെരതാമസം പറ്റുമോ, പുതിയ വാഹനം എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാൻ തുടങ്ങി. ഒരു കുഴപ്പവും സഫർ മാസത്തിനില്ല. കാരണം മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, വലാ സഫറ, സഫർ മാസത്തിന് ഒരു കുഴപ്പമില്ല, സഫർ മാസത്തിൽ ഒരു ദുശ്ശകുനവുമില്ല. പണ്ടുള്ള ജാഹിലിയ കാലഘട്ടത്തിലുള്ള പല ആളുകളും മുഹറം മാസം കുഴപ്പമില്ല, സഫർ മാസം കൊള്ളൂല എന്നിങ്ങനെ അവരിങ്ങനെ പഴഞ്ചൊല്ല് പോലെ പറഞ്ഞ് അതിന്നും ഏറ്റെടുക്കുന്ന പല ആളുകളുമുണ്ട്. അപ്പൊ മുഹറം മാസത്തിന് കുഴപ്പമില്ല, അതുപോലെ സഫർ മാസത്തിനും കുഴപ്പമില്ല. പിന്നെ ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ പ്ലേഗ് രോഗം ബാധിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. സഫർ മാസമാകുമ്പോൾ പ്ലേഗ് രോഗം ബാധിക്കും. അപ്പോൾ പല ആളുകളും പറയാറുണ്ട്, ഈ സഫർ ആയതുകൊണ്ടാണ് പ്ലേഗ് വന്നത്, സഫർ കൊള്ളൂലാത്ത മാസമാണ് എന്ന് പലരും പറയാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്തും നമുക്ക് രോഗങ്ങൾ വരാം. അത് ഇന്ന മാസമൊന്നുമില്ല, അള്ളാഹു ഉദ്ദേശിച്ച രോഗം വരും. അള്ളാഹു തആല എല്ലാ രോഗങ്ങളെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ. ഇപ്പോൾ പകർച്ചവ്യാധികളും പകർച്ചപ്പനികളൊക്കെ പിടിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ രോഗങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു സ്വലാത്ത് പഠിക്കാം. ഒരു സ്വലാത്തു ദവാഇയ എന്നാണ് ആ സ്വലാത്തിന്റെ പേര്. എല്ലാ രോഗത്തിനും ശിഫ കിട്ടുന്ന ഒരു സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് ഒരു 3 പ്രാവശ്യം ഈ സ്വലാത്ത് നമുക്ക് പറയാൻ പറ്റിയാൽ വലിയ പ്രതിഫലമാണ്. അപ്പോൾ മുഹറത്തിന്റെ അവസാന ദിവസം നമ്മൾ പറയുന്ന ഈ സ്വലാത്ത് സഫർ മാസത്തിന് നമ്മൾ കൂടുതലായി അധികരിപ്പിക്കേണ്ട ഒരു സ്വലാത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് പറയാം. അതിനു മുമ്പ് പലരും ചോദിച്ചു, ഉസ്താദേ സഫർ മാസമല്ല, അപ്പോൾ സഫർ മാസത്തിൽ നഹ്സൊക്കെ ഉണ്ടാവൂലേ? നഹ്സ് എല്ലാ മാസത്തിലുണ്ട്. പണ്ഡിതന്മാര് 2 തരം അഭിപ്രായത്തിലാണ്. ചില ആളുകൾ പറയുന്നു നഹ്സ് ഉണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊവ്വാഴ്ച ദിവസം യാത്രയൊന്നും പോവാറില്ലായിരുന്നു, അല്ലേ? പിന്നെ വിവാഹങ്ങളൊക്കെ വെക്കുക, നബിതങ്ങൾ ആരെങ്കിലും നബിയോട് വന്ന് ചോദിച്ചാൽ നബിതങ്ങൾ പറയുന്നത് വെള്ളിയാഴ്ച നല്ല ദിവസമാണ്, വെള്ളിയാഴ്ച നിങ്ങൾ വിവാഹം നിക്കാഹ് വെക്കുന്ന പറയാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസമായിരുന്നു നബിതങ്ങൾ യാത്ര പോവാറുണ്ടായിരുന്നത്. ചില സ്ഥലത്ത് നബിതങ്ങൾ ഇറങ്ങൂല, കാരണം നബിതങ്ങൾക്ക് അവിടെ ഇഷ്ടമല്ല, അവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അത് കൊള്ളൂലാത്ത സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുമായിരുന്നു. അപ്പോൾ നല്ലതും ചീത്തയും അത് ഉള്ളതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ അത് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് ഈ സഫർ മാസം ഒന്നിനും കൊള്ളൂല, അങ്ങനെയൊന്നുമില്ല. സഫർ മാസം ഒന്നിനും കൊള്ളൂല എന്ന് അടച്ച് ആക്ഷേപിക്കേണ്ട ഒരു കാര്യം സഫർ മാസത്തിനില്ല. സഫർ മാസം ഒക്കെ നല്ലതാണ്, എല്ലാം നല്ല മാസമാണ്, എല്ലാ ദിവസവും നല്ലതാണ്. മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്, സുബഹി നമസ്കാരം ഖളാ ആക്കാതെ ഒരു മുഅ്മിനായ മനുഷ്യൻ നിസ്കരിക്കുന്നോ അവനിക്ക് അന്ന് ഒരു നഹ്സുല്ലെന്നാണ് നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ചില മാസത്തിലെ ചില ദിവസങ്ങൾ, പിന്നെ എല്ലാ അറബി മാസത്തിൻ്റെയും ഒടുവിലത്തെ ബുധനാഴ്ച ഒന്ന് ശ്രദ്ധിക്കൽ നല്ലതാണ്. അന്ന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നാൽ ചെയ്യാം, പക്ഷേ ആ ഒരു സമയത്തൊക്കെ